എന്റെ മക്കളെക്കാൾ സ്നേഹം ഞാൻ നിനക്ക് തരുന്നുണ്ടെങ്കിൽ നിന്നെ അമ്മ സുരക്ഷിതയാക്കിയിരിക്കും. എന്റെ ജീവിതം അതിനു വേണ്ടിയാ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം. ഇതാരാണോ ഫോണില്? ആ, ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും കേട്ടോ. ആ ശരി, ഓക്കെ. ഏതെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ വരുമല്ലോ അവളുടെ പറ്റുകാര്. പ്രൂഫ് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലുണ്ടല്ലോ, ഈ നിൽക്കുന്നവള് ആണ് അതിനർത്ഥം.
അമ്മ அம்மா എന്റെ ശരവണ, இது வாங்க இந்த பத்திரத்தில் ஒரு நியூஸ் இருக்கு എന്ത് ന്യൂസ്? இதை பாருங்கம்மா அம்மா அந்த போலீஸ்காரன் டியூட்டி முடிஞ்சு போகும்போது யாரோ அவரை அட்டாக் பண்ணியிருக்கு. என்னவோ இந்த நியூஸ் பார்க்கும்போது அம்மா உங்களுக்கு ஞாபகம் இருக்கா அந்த எஸ்ஐ நல்லா தான் பெருமாறி இருந்து அப்பொழுது இவர் இந்த போலீஸ்காரன் நித்யா மேடத்துக்கிட்ட வல்லாതെ தான் சொன்னது. ശരി. അയാൾ അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജീവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്തത്രയും അയാളെ കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു. அம்மா இது போலீஸுகாரம்மா பெரிய கேஸ் ஆயிடும். யாருக்காவது ஒரு சின்ன க்ளூ கிடைச்சா அவர் வந்து ജീവൻ സാറ് അവനാണ് ചെയ്തതെങ്കിൽ അതിനുള്ള തെളിവ് അവർക്ക് കിട്ടുമെങ്കിൽ അവരിവിടെ വന്ന് ജീവനെ പിടിച്ചോണ്ട് പോട്ടെ. അതോടെ തീരുമല്ലോ എല്ലാം എന്നേക്കുമായിട്ട്. അമ്മ ഒരു കാര്യം ഉറപ്പാണ് ശരവണ, ഈ കത്തിക്കരിഞ്ഞു കിടക്കുന്ന ബൈക്ക് കണ്ടോ? കൂടി വന്നാ കൊല്ലും. അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ലല്ലോ. ഇനി അവനെ വളരാൻ അനുവദിച്ചൂടാ. ഇത് ചോദിച്ചേ പറ്റൂ. അമ്മ ഞാൻ കൂടെ വരാം. അമ്മ വേണ്ട ശരവണ, ഇത് ഞാനും അവനും തമ്മിൽ ചോദിച്ചു തീർക്കേണ്ട കാര്യമാണ്. അയ്യോ, ഇതെന്താ നമ്മൾ സ്റ്റേഷനിൽ വെച്ച് കണ്ട പോലീസുകാരനല്ലേ? നീയാണോ ഇത് ചെയ്തത്? അമ്മേ, ഞാനോ? ഞാൻ എന്തിനത് ചെയ്യുന്നത്? എനിക്ക് പോലീസുകാരെന്താ ദേഷ്യം? എനിക്കറിയാം, നീയല്ലാതെ മറ്റാരും ഇത് ചെയ്യില്ല. നീ അയാളെ കൊല്ലാൻ ശ്രമിച്ചതാണ്. സത്യം പറ എന്നോട്. അമ്മേ, പോലീസുകാർക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ടാവും. അവരാരെങ്കിലും ആയിരിക്കും. അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ അറിയാലോ. അന്വേഷിച്ചാൽ കണ്ടെത്താനാവില്ല. ബുദ്ധിയുള്ള ക്രിമിനലുകൾക്ക് അതിനുള്ള വഴിയൊക്കെ അറിയാം. ഇതിനു മുൻപ് എന്തൊക്കെ അതിക്രമങ്ങൾ നീ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്തിനെങ്കിലും
തെളിവുണ്ടോടാ? ഏതെങ്കിലും കാര്യത്തിന്റെ അന്വേഷണം അറ്റത്തെത്തിയിട്ടുണ്ടോ? സത്യം പറയടാ, നീയല്ലേ ഇത് ചെയ്തത്? അതെ. ഞാൻ തന്നെയാ ചെയ്തേ. കൊല്ലാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷെ ഒരല്പം പഴച്ചുപോയി. അതുകൊണ്ടാ അവൻ ഇപ്പോഴും ജീവനോടെ കിടക്കുന്നത്. അവൻ ഇന്നലെ സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെ വാക്കുകളാണ് നിത്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന് അമ്മ കേട്ടതല്ലേ? അവൾ ആരാ? അവൾ എൻ്റെ പെണ്ണാ. എൻ്റെ പെണ്ണിനെ നോക്കുന്നവന് കണ്ണും പാടില്ല. അവളോട് മോശമായ ഒരു വാക്ക് പറയുന്നവന് നാവും പാടില്ല. ഹരിയോടൊപ്പം അവൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങിയാൽ ജീവന്റെ മനസ്സിലിപ്പോഴും നിത്യം ജീവന്റെ പെണ്ണാ. ഞാനിങ്ങനെ സ്വയം നിയന്ത്രിച്ച് ഈ വീടിനകത്ത് നടക്കുമ്പോൾ ജീവനെ നിസ്സാരമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാനാണ് ഞാനീ പറയുന്നത്. നിത്യയെ തൊട്ടവൻ്റെ കൈ ഞാൻ വെട്ടും. അവളെ വേദനിപ്പിച്ച അവൻ്റെ കഴുത്ത് ഞാൻ വെട്ടും. ഇതുപോലെ നിന്ന് കത്തും ഓരോരുത്തരായിട്ട്. അമ്മ പേടിക്കണ്ട. അമ്മ എന്നോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അമ്മ എന്നോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പാവ അമ്മയല്ലേ. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ അമ്മ എന്നോട് നുണ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ അമ്മ വല്ലാതെ വേർതിരിക്കുന്നല്ലോ. പേടിക്കണ്ടമ്മേ. ജീവൻ അമ്മയെ വലിയ ഇഷ്ടമാ. ഒരുപാട്
ഒരുപാട് ഇഷ്ടമാണ്. ശരവണനത് അമ്മയെ കാണിക്കണ്ടായിരുന്നു. ജ്യോതിയമ്മ അത് പാത്തപ്പോ ഞാൻ നടുങ്ങി പോയച്ചമ്മ. അതാ ഉടനെ ചെന്ന് അമ്മാവെ കാട്ടിയത്. ആന അവര് അത് ജീവൻ സാറോട് ചോദിക്കുമെന്ന് ഞാൻ നനച്ചതേ ഇല്ലമ്മ. എന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അമ്മയെ വിളിച്ചാലോ? എന്താ അമ്മേ, എന്താ ഉണ്ടായത്? ഞാൻ അവനോട് ചോദിച്ചു. പോലീസുകാരനെ ആക്രമിച്ചത് ജീവൻ തന്നെയാണ്. നിത്യം മാത്രമല്ല, നമ്മളെയൊക്കെ കൊല്ലാനുള്ള വെറിയുണ്ട് അവന്റെ കണ്ണിൽ. ഞാനിപ്പോ കണ്ടത് ജീവനെയല്ല, ആ മനസ്സിൽ കൂടിയിരിക്കുന്ന ഒരു ഭീകര ജീവിയ. അതിന്റെ ഭീകര രൂപമാണ്. അമ്മ, ഒരു കാര്യം ഉറപ്പാണ് ശരവണ, അവൻ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നത് നിത്യയും ഹരിയും തമ്മിലുള്ള വിവാഹത്തിന്റെ യാഥാർത്ഥ്യം അറിയാനാണ്. അതൊരു കള്ളക്കഥയാണെന്ന് ബോധ്യപ്പെട്ട അവൻ പിന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതിനിപ്പോ എന്തോ അമ്മേ ചെയ്യുന്നേ? വിവാഹത്തിന്റെ പ്രൂഫ് വേണമെന്ന് SI പറഞ്ഞിട്ടുണ്ടല്ലോ, അതുണ്ടാക്കിയേ പറ്റൂ. എപ്പടിയമ്മ? അതെനിക്കറിയില്ല. പക്ഷെ ജീവനിൽ നിന്നും നിത്യ രക്ഷപ്പെടണമെങ്കിൽ അവൾ ഹരിയുടെ ഭാര്യയാണെന്ന് ജീവന് മനസ്സിലായേ പറ്റൂ. കേസിന്റെ കാര്യത്തെക്കാൾ രൂക്ഷമാണ് അവന്റെ തീരുമാനങ്ങൾ. അമ്മേ, ഇത് ഹരിയേട്ടനോടും അമ്മാവനോടും സംസാരിക്കണം. ഹരിയേട്ടനാവുമ്പോ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ആലോചിക്കുമല്ലോ. പറയണം. ആ പത്രം എന്റെ മുമ്പിലിട്ട് അവൻ കത്തിച്ചു. ഞാൻ കള്ളം പറഞ്ഞു എന്ന് അവന് ബോധ്യപ്പെട്ട ഇത് തന്നെയായിരിക്കും അമ്മയുടെ ഗതിയെന്നും പറഞ്ഞു. ഏറ്റവും സങ്കടം, അവന്റെ ഈ പ്രവൃത്തികളൊന്നും നിത്യം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന. നിത്യമേടത്തെ എപ്പടി കുറ്റം പറയാൻ പറ്റുമമ്മ? അവരെ മുന്നാടി പോകുമ്പോൾ ജീവസാർ പഞ്ചപാവം മാതിരി താൻ നടിക്കുന്നത്. അതെ അമ്മേ, ഏട്ടൻ നിത്യേച്ചി നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഏട്ടന്റെ കണ്ണിൽ കണ്ണീരുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ ഭാവം ഉണ്ടാവും. നെഞ്ച് തകർന്നു പോകാൻ അതുപോരെ? അതെ, മുൻപത്തെ പോലെയല്ല. ജീവൻ കുഴപ്പക്കാരനാണെന്ന് പറയാൻ എനിക്ക് അവളോട് കൂടുതൽ കൂടുതൽ തർക്കിക്കേണ്ടി വരിക. അബദ്ധത്തിലെങ്ങാനും അവള് ജീവനോട് സത്യം മുഴുവൻ പറഞ്ഞു പോയാ പിന്നൊന്നും ബാക്കിയുണ്ടാവില്ല. നിങ്ങൾ വാ, ഇപ്പൊ തന്നെ ഹരിയോടും രാമകൃഷ്ണേട്ടനോടും സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. വാ. ജ്യോതിയമ്മ, വാങ്ങമ്മ. കൂടി ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടക്കും.
രാമകൃഷ്ണേട്ടാ, ഏ? കുറെ കാലമായിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ സംഭവിക്കുമ്പോഴും അപ്പുറത്തൊരു വഴി തെളിയും. പക്ഷെ ഈ ഒരു കാര്യത്തില് ഒന്നും എന്റെ മനസ്സിൽ തെളിയുന്നില്ല. എല്ലാവരോടും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എന്റെ നിത്യമോൾക്കൊന്നും സംഭവിക്കരുത്. ഇപ്പോ വിവാഹത്തിന്റെ പ്രൂഫ് SI ചോദിച്ച സ്ഥിതിക്ക് അത് കിട്ടിയില്ലെങ്കിൽ അയാളുടെ ബാധ്യത നടപടികൾ എന്തായാലും ഉണ്ടാവും.